സരസ്വതി FM കരുതലിൻ്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FMിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 16, കൊല്ലവർഷം 1201, മീനം 2 തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചരിത്ര പ്രസിദ്ധമായ കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവത്തിന് കൊടിയേറി. തൂക്കം മാർച്ച് 22-ന്. സിവിൽ സർവീസ് വിജയി ശ്രീജയ്ക്ക് സരസ്വതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ആദരം. മാരായമുട്ടം ശ്രീ നീലകേശി അമ്മൻ ക്ഷേത്രത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വേൾഡ് കിഡ്നി ഡേയുടെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തിരുവിതാംകൂർ സരസ്വതി ഹോസ്പിറ്റൽ മതസൗഹൃദ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവം 2026 മാർച്ച് 13-ന് തൃക്കൊടിയേറി. 10 ദിവസത്തെ വിവിധ ആചാരാനുഷ്ഠാനങ്ങളോടും ആത്മീയ പ്രഭാഷണങ്ങളോടും മറ്റു കലാപരിപാടികളോടും കൂടി നടക്കുന്നു. 2026 മാർച്ച് 22 ഞായറാഴ്ച ചരിത്ര പ്രസിദ്ധമായ തൂക്ക നേർച്ചയ്ക്ക് ശേഷം കുറുതി ദർപ്പണത്തോടെ സമാപിക്കുന്നു. സിവിൽ സർവീസ് വിജയി ശ്രീജയ്ക്ക് സരസ്വതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ആദരം. 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. അന്താരാഷ്ട്ര വനിതാ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീജ JSനെ സരസ്വതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ SK അജയ്കുമാർ അനുമോദിച്ചു. ചടങ്ങിൽ K ആൻസലൻ MLA അധ്യക്ഷത വഹിച്ചു. ലൈസൺ ഓഫീസർ ഐര ശശി, കോളേജ് പ്രിൻസിപ്പൽ കവിത, അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ശ്രീ വേണുഗോപാലൻ നായർ എന്നിവർ പങ്കെടുത്തു. മാരായമുട്ടം ശ്രീ നീലകേശി അമ്മൻ ക്ഷേത്രത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീ നീലകേശി ക്ഷേത്രത്തിലെ പറണേറ്റ് മഹോത്സവത്തോടനുബന്ധിച്ച് സേവാഭാരതി മാരായമുട്ട ഉപസമിതിയുടെ ആഭിമുഖ്യത്തിൽ സരസ്വതി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വേൾഡ് കിഡ്നി ഡേയുടെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സരസ്വതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിന്റെ നേതൃത്വത്തിൽ അന്നേ ദിവസം രോഗികൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. സരസ്വതി ആശുപത്രിയുടെ നെഫ്രോളജി വിഭാഗം കോർഡിനേറ്റർ ശ്രീമതി അഞ്ജു അശോകൻ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. തിരുവിതാംകൂർ സരസ്വതി ഹോസ്പിറ്റൽ മതസൗഹൃദ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. 2026 മാർച്ച് 10-ന് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ ഡോക്ടർ മുഹമ്മദ് യൂസഫ്, ശ്രീ സയ്യിദ് അലി, പ്രൊഫസർ സിദ്ദിഖ്, ഇമാം സുൽഫിക്കർ, അലി ജലാലി എന്നിവർക്കൊപ്പം സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ SK അജയ്കുമാർ അതിഥികളെ സ്വാഗതം ചെയ്തു. തിരുവിതാംകൂർ സ്വദേശി ശ്രീ മുജീബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മനോഹരമായി അവസാനിച്ചു. കൗതുക വാർത്തകൾ. ഓർമ്മകളിലെ പഴയ ബസ് വീണ്ടും നിരത്തിൽ. പഴയകാല അമ്മാവൻ ബസ് വീണ്ടും നിരത്തിലെത്തി. വിന്റേജ് സ്പെഷ്യലുമായി KSRTC ആണ് മൺമറഞ്ഞ പഴയകാല ബസ് പുനഃസൃഷ്ടിച്ചത്. പണ്ട് തലസ്ഥാന നഗരിയിലൂടെ ഓടിയിരുന്ന ബസിന്റെ മാതൃകയിൽ പാപ്പനംകോട് സെൻട്രൽ വർക്സിലാണ് പുനഃസൃഷ്ടിച്ചത്. KSRTC ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുതിയ മോഡൽ ബസിന്റെ ബോഡിയിൽ മാറ്റം വരുത്തിയാണ് വിന്റേജ് സ്പെഷ്യൽ തയ്യാറാക്കിയത്. ഉൾഭാഗവും പഴയതുപോലെ ആയി. കായികം. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് ലോകകപ്പ് യോഗ്യത. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് ലോകകപ്പ് യോഗ്യത. ഹൈദരാബാദിൽ നടന്ന യോഗ്യതാ റൗണ്ടിൽ വെയിൽസിനെ 4-1 തോൽപ്പിച്ചതോടെയാണ് അന്തിമ പോരാട്ടത്തിന് സ്ഥാനമുറപ്പിച്ചത്. ഓഗസ്റ്റ് 14 മുതൽ 30 വരെ ബെൽജിയം, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിലാണ് ലോകകപ്പ് മത്സരം. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം ചെറുകുടലിലെ ഒരു കൗതുകകരമായ അവയവത്തെക്കുറിച്ചാണ്. ഇതിന്റെ പേര് മെക്കൽസ് ഡൈവർട്ടിക്കുലം എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൻഡിക്സിനെ കുറിച്ച് അറിയാം. ഇത് ചെറുകുടൽ അവസാനിക്കുന്നതിന് ഏകദേശം 2 അടി മുമ്പിലായി ഒരു പെരുവിരലിന്റെ വലിപ്പത്തിൽ ചെറുകുടലിൽ നിന്നും പുറത്തേക്കുള്ള ഒരു ഔട്ട് പൗച്ചിങ് ആയിട്ടാണ് ഇത് കാണുന്നത്. ഇതിനെ മെക്കൽസ് ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നു. ഇത് വളരെ സാധാരണമായി കാണുന്ന ഒന്നല്ലെങ്കിലും ഇത് ഉള്ളവരിൽ പ്രോബ്ലം വരുമ്പോൾ പലപ്പോഴും രോഗനിർണയത്തിലും ചികിത്സയിലും ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. ഇത് വയറിന്റെ വലതുഭാഗത്ത് താഴെയായോ പൊക്കിളിന് താഴെ വലതുഭാഗത്തായോ ഒക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഇലിയം എന്ന ചെറുകുടലിന്റെ ഭാഗം മൂവ് ചെയ്യുന്ന സ്ഥലമായതിനാൽ അതിന്റെ പൊസിഷൻ മാറി മാറി വരാം. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ മെക്കൽസ് ഡൈവർട്ടിക്കുലം ഒരു വിരല് പോലെ നമ്മുടെ ചെറുകുടലിൽ നിന്നും തള്ളി പുറത്തേക്ക് വരുന്ന ഭാഗം, അതിന്റെ ഉള്ളിൽ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ഭാഗമോ ആമാശയത്തിന്റെ ശ്ലേഷ്മ സ്ഥലമോ ഒക്കെ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതില് ഇൻഫെക്ഷൻ വന്ന് ദ്വാരം വീഴുക, ആ മെക്കൽസ് ഡൈവർട്ടിക്കുലത്തിന്റെ അറ്റത്ത്
ഒരു നാട പോലെ വന്ന് ആ നാട വേറെ ഏതെങ്കിലും ഭാഗത്ത് ഒട്ടിപ്പിടിച്ച് കുടലുകൾ മറിയുക, കുടലിൽ തടസ്സം വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ബ്ലീഡിംഗ് ആണ്. രണ്ടാമത് വരുന്നത് മെക്കൽസ് ഡൈവർട്ടിക്കുലൈറ്റിസ് ആണ്. നമ്മൾ അപ്പൻഡിസൈറ്റിസ് പോലെ ഇൻഫെക്ഷൻ മെക്കൽസ് ഡൈവർട്ടിക്കുലത്തിൽ വരുന്നതാണ്. സാധാരണ ഇത് അപ്പൻഡിക്സ് ആയി തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കീഹോൾ സർജറി വഴിയോ ഓപ്പൺ സർജറി വഴിയോ ചെയ്യുകയാണെങ്കിൽ ഈ മെക്കൽസ് ഡൈവർട്ടിക്കുലം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലായ്പ്പോഴും മെക്കൽസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അതായത് ചെറുകുടൽ വന്ന് വൻകുടലിൽ ചേരുന്ന ഇലിയോസീക്കൽ ജംഗ്ഷന്റെ മുമ്പായി 2 അടി മുമ്പിലായിട്ടാണ് ഇത് കാണുന്നത്. സാധാരണ ആളുകളിൽ 2% പേർക്ക് ഇതുണ്ടാകാം. ഇത് ഉള്ളവരിൽ 2% പേർക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാം. അപ്പൊ അത് റൂൾ ഓഫ് 2 എന്ന് പറയുന്നു. അപ്പോ ഈ മെക്കൽസ് ഡൈവർട്ടിക്കുലത്തിനെ യാദൃശ്ചികമായി നമ്മൾ കാണുകയാണെങ്കിൽ അതിന്റെ മൗത്ത് അല്ലെങ്കിൽ വായ് ഭാഗം, കുടലിലേക്ക് തുറക്കുന്ന ഭാഗം വലുതാണെങ്കിലും പേഷ്യന്റിന് കുറച്ച് പ്രായമുണ്ടെങ്കിലും അതിനെ വെറുതെ വിടാം. എന്നാൽ ചെറുപ്പക്കാരാണ്, അതിന്റെ മൗത്ത് ഇടുങ്ങിയതാണ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും അതിനെ നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ്. പിന്നെ അപ്പൻഡിക്സ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. അതാണ് അടുത്ത ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് മെക്കൽസ് ഡൈവർട്ടിക്കുലൈറ്റിസ് ആയിരിക്കാം. ഓർക്കുക, ഈ കുഞ്ഞൻ അവയവം അപൂർവമായിട്ടേ ഉള്ളൂ എങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ്. ഇതാണ് മെക്കൽസ് ഡൈവർട്ടിക്കുലത്തിന്റെ കഥ. ഇനി അടുത്ത മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണുന്നത് വരെ നന്ദി, നമസ്കാരം. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിലും വിളിക്കൂ 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: റൂൾ ഓഫ് 2 അല്ലെങ്കിൽ 2ന്റെ നിയമം എന്നാൽ എന്ത്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കും.